ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, എൻ്റെ ഫാദറിൻ്റെ ഫാമിലിയിൽ ഒരു ഫാമിലി മീറ്റപ്പാണ്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ മൂന്നാളും കോഴിക്കോടേക്ക് വണ്ടി കയറി. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നേരത്തെ തന്നെയാണ് അവിടെ എത്തിയത്. പരിപാടിയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇന്നത്തെ ഡേന് വേറൊരു പ്രത്യേകത കേട്ടോ, തിരുവോണം കൂടിയായിരുന്നു. നമ്മളവിടെ എത്തി ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും ടോക്ക് ചെയ്തപ്പോഴത്തേനും പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഫസ്റ്റ് തന്നെ പൊന്നാടയിലൂടെ കേട്ടോ പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. നെക്സ്റ്റ് പരിപാടി എന്നുണ്ടെങ്കിൽ കുട്ടികളെ കലാപരിപാടിയുണ്ടോ, അവർക്ക് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഞ്ഞു സ്പേസിൽ വെച്ചിട്ടായിട്ടോ പ്രോഗ്രാം. ഇതിപ്പോൾ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കസാരമ കയറിക്കാണ് ഗൈസ്. അടുത്ത പ്രോഗ്രാമിലുള്ള പരിപാടി കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ അവിടെ വീർപ്പിച്ച് അവിടെ കൊണ്ടേ കൊടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഇതൊരു മത്സരമാക്കി എടുത്ത് ഇവർ സെറ്റ് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വലുവ് വീർപ്പിച്ച് അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ കൊച്ചു കുട്ടികളെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ ഈ കലാപരിപാടി. ആദ്യം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ഉമ്മനോട്, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നെ നോക്കണം കേട്ടോ, ഞാൻ ഫസ്റ്റ് വാങ്ങും ഉറപ്പാണ്. അപ്പോൾ കുട്ടികളെ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം പിന്നെ നമ്മുടെ വലിയൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ കുളങ്ങരയായിരുന്നു ഗൈസ്. അതിൽ ഞാൻ അങ്ങോട്ട് ഫസ്റ്റ് വാങ്ങി. നെക്സ്റ്റ് ബോയ്സിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഇവർക്ക് ജിംനാസ്റ്റിക് ആയിട്ടായിരുന്നു. അങ്ങനെ പോരാട്ടങ്ങൾക്കൊടുവിൽ ഗൈസ് റസൽ ഫസ്റ്റ് വാങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് ഗെയിം ഐറ്റംസും അതുപോലെ കുറച്ച് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ നമ്മൾ ഫാമിലി ഫോട്ടോ എടുത്തു. എനിക്ക് കുട്ടികളെ സൈഡായിട്ട് ഗൈസ് കിട്ടിയത്. എന്തായാലും അവിടെ ഞാൻ അടിച്ചു പൊളിച്ചു. നെക്സ്റ്റ് ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പുറത്തെ വീട്ടിലാണ് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പായസമല്ലേ, അത് മസ്റ്റല്ലേ. ഇവിടെ ഓരോരുത്തർ 5-6 പായസം ഗൈസ് അകത്താക്കിയിട്ടിരുന്ന് അവിടുന്ന് വർത്താനം പറയാണ്. അതിനുശേഷം നമ്മൾ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ സെക്ഷനിലേക്ക് പോകാം. അങ്ങനെ ഫോട്ടോ എടുത്തു. നെക്സ്റ്റ് നമ്മുടെ ടീയിലേക്കാട്ടോ ഗൈസ്. നമ്മൾ ടീയും അതുപോലെ തരിപ്പോളയും സമൂസയായിരുന്നു. അപ്പോൾ ഞാനത് കഴിച്ചു. അടുത്ത് പിന്നെ ഓരോ കലാപരിപാടികൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ പുറത്തും കലാപരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ കുറച്ച് പരിപാടികൾ മാത്രമേ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ. നൈറ്റ് ആയപ്പോൾ പിന്നെ കപ്പിൾസ് ചലഞ്ച് ആട്ടോ. പിന്നെ നമ്മുടെ കസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നൈറ്റ് നമ്മളെല്ലാവരും കൂടി ഒരു സോങ്ങൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചു. നമ്മൾ മോർണിംഗിലൊരു പ്ലാൻ ഇട്ടിരുന്നു, നമുക്ക് നൈറ്റ് ബീച്ച് പോകാൻ കേട്ടോ. പക്ഷെ അത് എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ലായിരുന്നു ഐഡിയ. പരിപാടി കഴിയാൻ തന്നെ ഒരു 11:15 കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ എല്ലാവരും ഫ്രീ ആണെന്ന് കണ്ടപാട് ഗൈസ് നമ്മൾ എല്ലാവരും ഇല്ല കേട്ടോ, നമ്മൾ കുറച്ച് ആൾക്കാർ, വീട്ടിലുള്ള കുറച്ച് ആൾക്കാർ എല്ലാവരും കൂടി ആയിട്ട് നമ്മൾ കണ്ട് ഇറങ്ങി. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. കുറച്ച് ടീമിലൂടെ കളിച്ചു, കുറച്ച് ടീം അവിടെ നിന്ന് കഥ പറഞ്ഞു, കുറച്ച് നേരം കടലിൽ കളിച്ചു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഷാലു പറഞ്ഞു നമുക്ക് എല്ലാവരും കൂടി ഒരു ചായ പിടിക്കാൻ പോയതാണ്. അങ്ങനെ നമ്മൾ കുറേ ചുറ്റിച്ചതിന് ശേഷം ഷാലു ഒരു ചായക്കടയിൽ കൊണ്ട് നിർത്തി. നമ്മളവിടുന്ന് പത്തിരിയും ബോണ്ടയാണ് കഴിച്ചിരുന്നത്. എനിക്ക് അവിടെ നിന്ന് ഇഷ്ടമായത് പത്തിരി കേട്ടോ. പത്തിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ച് മനസ്സിലോടെ അവിടെ നിന്ന് ഇറങ്ങാണ്. സത്യം പറഞ്ഞാൽ ഒരു 3:30 ആയിട്ടുണ്ടാവും കേട്ടോ. കറക്റ്റായിട്ടാണ് അറിയില്ല. വലിയ ടീംസ് വേറെ വണ്ടിയിലായിരുന്നു, നമ്മൾ കുട്ടികളെല്ലാവരും കൂടി ഒരു വണ്ടിയിലായിരുന്നു. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി ഗൈസ് അവരെ ടാറ്റ കൊടുത്ത് പറഞ്ഞയച്ചു. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്.